ന്യൂസിൻ്റെ നമുക്ക് ചുറ്റും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്ത പ്രമേയവുമായാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. പയ്യന്നൂർ കോളേജിൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ കെ സുരേഷ് കുമാർ മാസ്റ്റർ നമ്മോടൊപ്പം ചേരുകയാണ്. മാസ്റ്റർ നമസ്കാരം. മാസ്റ്റർ, നമ്മുടെ ഈ മലയോര മേഖലയിൽ പല വിദ്യാർത്ഥികളും വിദേശ പഠനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം നമ്മുടെ മലയോര മേഖലയിൽ അതുപോലെ കുറച്ച് സാമ്പത്തികമൊക്കെ കുറഞ്ഞ ആളുകൾ ഈ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ നമ്മുടെ പയ്യന്നൂർ കോളേജിലുള്ള അവരുടെ കോഴ്സുകളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചപ്പെടാറ്. ഇപ്പോൾ കേരളത്തിലെ CBSE വിദ്യാലയങ്ങളിൽ 10-12 ക്ലാസ്സുകളിലെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനി +2 റിസൾട്ട് പ്രഖ്യാപിക്കാനുണ്ട്. നമുക്കറിയാം, ഇന്ന് പല കുട്ടികളും, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കുട്ടികൾ, അവർ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ഒന്നുകിൽ വിദേശത്ത് ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ച് വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. മറ്റു കുട്ടികൾ പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ വിവിധ കോഴ്സുകൾ ചേരുന്നതിന് വേണ്ടി പോകാൻ തയ്യാറെടുക്കുന്നു. എന്തോ അവർ നമ്മുടെ നാട്ടിലെ കോഴ്സുകൾ പഠിച്ചാൽ അവർക്ക് വലിയ ഗുണം കിട്ടില്ല എന്നുള്ളൊരു ഒരു ഒരു ബോധം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അത് രക്ഷിതാക്കളുടെ ഇടയിലുണ്ട്. പക്ഷേ പയ്യന്നൂർ കോളേജിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിലെ ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയായി ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞു എന്ന നിലയിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ ഡിഗ്രി കോഴ്സുകളിൽ പഠനം പൂർത്തിയാക്കിയാൽ ഒരുപാട് സാധ്യതകൾ കുട്ടികളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ 4 ഇയർ കോഴ്സാണ്. 4 കൊല്ലത്തെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് PG എടുക്കാൻ 1 വർഷമുണ്ട്. അതുപോലെ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം മറ്റ് പല മേഖലകളിലേക്കും പോകാൻ കഴിയും. ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നവർക്ക് B.Ed കഴിഞ്ഞ് അവർക്ക് ഹൈസ്കൂളിലോ കയറാൻ പറ്റും. PG കഴിഞ്ഞ് B.Ed എടുത്തു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിൽ ചേരാൻ പറ്റും. അതുപോലെ PGയും PhD നെറ്റൊക്കെ കഴിഞ്ഞാൽ കോളേജുകളിൽ ചേരാൻ പറ്റും. ഡിഗ്രി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പല കുട്ടികളും ഇന്നും സിവിൽ സർവീസിന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സിവിൽ സർവീസിന് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ കുട്ടികളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് മെഡിസിൻ പഠനത്തിനപ്പുറം ഒരു മെഡിസിന് പഠിക്കുന്ന ഒരു കുട്ടി 5.5 വർഷം MBBS പഠനം പൂർത്തിയാക്കി 3 കൊല്ലം ഡിഗ്രി MD പഠനം പൂർത്തിയാക്കണം. അവന് 8 കൊല്ലം വേണ്ടി വരും. ആ 8 കൊല്ലത്തിനിടയിൽ 2 കൊല്ലം തയ്യാറെടുപ്പിന് വേണ്ടി ഒരു 10-12 വർഷം ഒരു മെഡിക്കലിന് പഠിക്കുന്ന കുട്ടി ഒരു 12 കൊല്ലം അവൻ ആ വിദ്യാഭ്യാസ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ സിവിൽ സർവീസ് മേഖലയിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് ഡിഗ്രി 4 കൊല്ലം കഴിഞ്ഞാൽ ആ സിവിൽ സർവീസിൻ്റെ പരിശീലനത്തിന് ഏകദേശം ഒരു 3 കൊല്ലം എടുത്തു കഴിഞ്ഞാൽ 7 കൊല്ലം കൊണ്ട് അവൻ സിവിൽ സർവീസ് മേഖലയിലേക്ക് കിടക്കാൻ കഴിയും. പലരും വിചാരിക്കുന്നത് IAS-ഉം IFS-ഉം IPS-ഉം മാത്രമേ ഉള്ളൂ. അല്ല, സിവിൽ സർവീസിൻ്റെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുട്ടികൾക്ക് പോകാൻ പറ്റും. നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, കോളേജിൽ 14 UG കോഴ്സുകളുണ്ട്. BSc മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. അതുപോലെ BA ആർട്സ് വിഷയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഫങ്ഷണൽ ഹിന്ദി, ഹിസ്റ്ററി, പൊളിറ്റിക്സ് കോഴ്സുകളും 14 UG കോഴ്സുകൾ ഇന്ന് പയ്യന്നൂർ കോളേജിലുണ്ട്. ആ 14 UG കോഴ്സുകളിൽ കുട്ടികൾ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സാധ്യതകൾ. ഇപ്പോൾ കോളേജിൽ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കുട്ടികളെ തൊഴിലധിഷ്ഠിത മേഖലയിൽ കൂടി ഇപ്പം BSc കോഴ്സുകൾക്ക് പുറമെ BCom-ഉം അതുപോലെ BBA-ഉം. BCom-ൽ നമ്മുടെ കോളേജിൽ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ ബാങ്കുകളിലേക്ക് പോകുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലും അതുപോലെ ഫെഡറൽ ബാങ്കിൽ അതുപോലെ മറ്റ് ബാങ്കുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉദാഹരണം പറയാനുള്ളത്, നമ്മുടെ മലയോര മേഖലയിൽ മഞ്ഞക്കാട് പാക്കിഞ്ഞിക്കാട് പ്രദേശത്ത് ഡിഗ്രിക്ക് പഠിച്ച ഹരീഷ്, കൃഷ്ണൻകുട്ടിയുടെ മകൻ, ക്യാമ്പസ് ഇൻ്റർവ്യൂവിലാണ് ബാങ്കിൽ കിട്ടിയത്. അങ്ങനെ ഒരുപാട് കുട്ടികൾ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ ബാങ്കുകളിലേക്ക് പോകുന്നുണ്ട്. BBA പയ്യന്നൂർ കോളേജിലെ BBA കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, BBA കോഴ്സിലൂടെ തൊഴിൽ അധിഷ്ഠിതമായ, ഇപ്പോൾ നമ്മുടെ നെറ്റ് മാർക്കറ്റിംഗ് രംഗത്ത് കുട്ടികൾ എങ്ങനെ അവർക്ക് പങ്കെടുക്കാൻ പറ്റും, നല്ല പരിശീലനങ്ങളൊക്കെ നടത്തുന്നത്. BSc ബോട്ടണി പഠിക്കുന്ന കുട്ടികൾ, ആ ബോട്ടണി പഠിക്കുന്ന കുട്ടികൾ അവരെ തൊഴിൽ മേഖലയിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടി മഷ്റൂം കൾട്ടിവേഷൻ കോളേജിൽ വലിയൊരു പദ്ധതിയായി ഇപ്പോൾ തുടങ്ങാൻ പോയി. അടുത്ത വർഷത്തെ വലിയൊരു പദ്ധതിയായി മഷ്റൂമിൻ്റെ ഒരു വലിയ മേഖല കുട്ടികൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അവരെ ബിസിനസ് രംഗത്തൂടെ അവരെ മേഖലയിലേക്ക് അവരെ കണ്ടെത്താനുള്ള ഒരുപാട് പദ്ധതികൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് വരികയാണ്.
അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികൾ മെഡിക്കൽ രംഗത്ത് അല്ലെ എഞ്ചിനീയറിംഗ് രംഗത്ത് നേഴ്സിംഗ് രംഗത്തൊക്കെ അല്ലാതെ ആ നില. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ പല കുട്ടികളും കോളേജിൽ ഡിഗ്രിക്ക് വന്നിട്ട് ബി.എഡിന് പോകുന്നവരുണ്ട്. കാരണം എഞ്ചിനീയറിംഗ് പഠിച്ചവരെല്ലാം തന്നെ ഇന്ന് അവർ തുച്ഛമായ വേതനത്തിലായിരുന്നു അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നു. പല കുട്ടികളും അങ്ങനെയാണ്. പക്ഷേ ഇത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പല രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അവരുടെ ഒരു മനസ്സിലുള്ളൊരു വിചാരം എന്താണെന്ന് വെച്ചാൽ ഡിഗ്രിക്ക് പഠിച്ചിട്ട് എന്താ നേട്ടമുള്ളത് അല്ല. ഡിഗ്രി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സാധ്യതയുള്ള കോഴ്സുകളുണ്ട്. അവരെ PSC വഴി ജോലിക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ PSC കോച്ചിങ് സെൻ്ററുകളുണ്ട് എല്ലാ സ്ഥലത്തും. PSC വഴി ജോലി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് PSCയിലെ പല മേഖലകളിലേക്ക് കടന്നു പോകും. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ നാട്ടിലെ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മെഡിക്കൽ രംഗത്ത് പോകുന്നവർക്ക് അതിന് പോകാം, എഞ്ചിനീയറിംഗ് രംഗത്ത് പോകാം. പക്ഷെ നിങ്ങൾ ഏറ്റവും നിങ്ങളൊരു തിരഞ്ഞെടുക്കേണ്ട മേഖല എന്ന് പറയുന്നത് സിവിൽ സർവീസ് മേഖല. ഒരുപാട് സാധ്യതയുണ്ട് സിവിൽ സർവീസ് മേഖലയിൽ. കാരണം ആ കുട്ടികൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ IAS-ഉം IPS-ഉം IFS-ഉം മാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിവിധ മേഖലകളിലേക്ക് അവരെ ആ റാങ്കിനനുസരിച്ച് ഒരുപാട് മേഖലകളിലേക്ക് അവർക്ക് കടന്ന് ചെല്ലാൻ പറ്റും. അതുകൊണ്ട് കുട്ടികൾ ഇങ്ങനെയുള്ള ഇന്ന സാധ്യത തന്നെ വേണമെന്ന് വിചാരിക്കാതെ ഡിഗ്രി കോഴ്സുകളിലേക്ക് കടന്നു വന്ന് ആ കോഴ്സിലൂടെ അവർക്ക് പോകാനുള്ളൊരു വലിയ രീതിയിൽ മൈനർ കോളേജ് കൂടുതൽ കോളേജിൻ്റെ ഇപ്രാവശ്യത്തെ ഏറ്റവും ഞങ്ങളുടെ ഒരു പുതിയ പദ്ധതി എന്ന് പറയുന്നത് എല്ലാ രംഗത്തും തൊഴിൽ അധിഷ്ഠിതമായ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പദ്ധതികൾ ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൽ ആലോചിച്ചുകൊണ്ട് പുതിയ നമ്മുടെ കോളേജിനെ എല്ലാ ജനപ്രതിനിധികളും വളരെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ രൂപത്തിൽ മെച്ചപ്പെട്ട് പോകാൻ കഴിയുന്നതാണ് വിചാരിക്കുന്നത്. മാഷിപ്പം ഒരുപാട് സാധ്യതകളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഈ +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് മുന്നോട്ടുള്ളത്? +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ റിസൾട്ട് വന്നതിന് ശേഷം അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കോളേജ് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അതായത് കേരളത്തിലെ കോളേജുകളുടെ പ്രവേശനം എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റികളാണ് അതിൻ്റെ പ്രവേശനത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് പയ്യന്നൂർ കോളേജ്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അതിൻ്റെ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ടാണ് സംവിധാനം ഏർപ്പെടുക. ഇപ്പോൾ ഓൺലൈനിലാണ് ചെയ്യേണ്ടത്. നമ്മളെ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അത് ആ കോളേജുകളിൽ ചേരാനുള്ള കോഴ്സുകൾ അപ്പം ഒരു കോളേജിൽ മാത്രമായിട്ടില്ല കൊടുക്കാൻ പാടില്ല. കുട്ടികൾക്ക് ഒരു കോളേജിൽ മാത്രം കൊടുത്തതിന് സാധ്യത അവർക്ക് ഏതെല്ലാം കോഴ്സുകളിലാണ് അവർക്ക് ഇഷ്ടമുള്ളത് ആ കോഴ്സുകൾ ഏതൊക്കെ കോളേജിലുണ്ടെന്ന് നോക്കണം. ഇപ്പോൾ പയ്യന്നൂർ കോളേജിൽ ഇപ്പോൾ മാത്സ് ഉണ്ടെങ്കിൽ പയ്യന്നൂർ കോളേജിൽ കൊടുക്കുക, അതുപോലെ നെഹ്റു കോളേജിൽ കൊടുക്കാം, തൊട്ടടുത്ത സബ്സിഡി കോളേജിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ അവർക്ക് അത് കൊടുത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ് ആ വിഷയത്തിൽ കൊണ്ട് ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓൺലൈൻ ഇതിലാണ് നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് പൂർത്തിയാകുന്നത്. പക്ഷേ ഈ നമ്മുടെ മലയോര മേഖലയിൽ കുട്ടികൾ പരമാവധി കായിക രംഗത്ത് ശോഭിച്ച് നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ വരുന്ന കുട്ടികൾക്ക് നമ്മുടെ പയ്യന്നൂർ കോളേജിൽ എന്തെങ്കിലും അവസരങ്ങൾ കോളേജിൻ്റെ ഭാഗത്തു നിന്ന്? പയ്യന്നൂർ കോളേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പയ്യന്നൂർ കോളേജ് ഇന്ന് NAC അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന UGCയുടെ NAC അക്രഡിറ്റേഷൻ്റെ A+ നേടിയൊരു കോളേജാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ A+ നേടിയ കോളേജുകൾ ചുരുക്കം കോളേജുകൾ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല കേരളത്തിലെ കോളേജുകളുടെ റാങ്ക് പട്ടിക ഇപ്പം നമ്മൾ എല്ലാ കോളേജിനെയും റാങ്കിങ് ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിപ്പം ഒരു കുട്ടിക്ക് ഏത് കോളേജിൽ ചേരണം, ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ മെഡിക്കൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടി, ആ കുട്ടികൾക്ക് ഇന്ന് ആ കോളേജിൻ്റെ റാങ്കിങ് നോക്കാൻ പറ്റും. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കോളേജ് ഏതാണ്, മെഡിക്കൽ കോളേജിൽ ആരാണ് റാങ്കിങ്ങിന് മുമ്പിൽ. അപ്പോൾ അത് ആ റാങ്കിങ് എല്ലാ കോളേജുകൾക്കും ഇന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കോളേജുകളിൽ ആദ്യത്തെ 25 റാങ്കിൽ വരുന്ന കോളേജാണ് പയ്യന്നൂർ കോളേജ്. ആ റാങ്കിൽ വരാൻ കാരണം പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതരമായ വിഷയങ്ങളിലും ഏറെ മികവ് പുലർത്തുന്നതാണ്. ഇപ്പം താങ്കൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് മലയോര മേഖലയിൽ കായിക മേഖലയിൽ നിരവധിയാർന്ന പ്രതിഭകളുള്ള സ്ഥലമാണ്. ആ പ്രതിഭകൾക്ക് കോളേജിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നതാണ്. ഇതിനെ കോളേജിൽ ഇപ്പോൾ ഫുട്ബോൾ നന്നായി കളിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെ ഫുട്ബോൾ ഹോസ്റ്റലുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഫുട്ബോൾ ഹോസ്റ്റൽ അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നന്നായി ഫുട്ബോളിൽ നല്ല പ്രതിഭയായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടി അവിടെ പഠിക്കാൻ പറ്റും. ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അവർക്ക് അതിനുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി അവിടെയുണ്ട്.
വോളിബോൾ നന്നായിട്ട് കളിക്കുന്ന കുട്ടിയാണെങ്കിൽ വോളിബോളിനും ഹോസ്റ്റൽ സൗകര്യം പയ്യന്നൂർ കോളേജിലുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ അത്ലറ്റിക് രംഗത്തും വേറെ മുമ്പിലാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ കായിക മേഖലയിൽ എല്ലാ രംഗത്തും 2ാം സ്ഥാനം ബ്രണ്ണൻ കോളേജ് കഴിഞ്ഞാൽ പയ്യന്നൂർ കോളേജാണ്. ഇപ്പോൾ ഇനി ഏറ്റവും അവസാനത്തെ റാങ്ക് വരുമ്പോൾ നമ്മൾ ബ്രണ്ണൻ കോളേജിനേക്കാളും മുമ്പിൽ വരും. അത്ലറ്റിക്സ് രംഗത്ത് നമ്മൾ ഏറെ നല്ല ദൈവം പുലർത്തുന്ന കോച്ചിങ് സംവിധാനങ്ങളും പയ്യന്നൂർ കോളേജിലുണ്ട്. ഇപ്പോൾ നമുക്ക് 2 കായിക അധ്യാപകരുടെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ഒരു കായിക അധ്യാപക വനിതയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വനിതകളും നമ്മുടെ ഈ കുട്ടികളെയും വലിയ രീതിയിൽ നമുക്ക് ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സൂചിപ്പിക്കുന്നത് ഫുട്ബോളൊക്കെ നന്നായിട്ട് കളിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ആ ഫുട്ബോൾ ഹോസ്റ്റലുണ്ട്, സർക്കാരിൻ്റെ തന്നെ ഹോസ്റ്റലുണ്ട്. ആ സൗകര്യങ്ങളൊക്കെ നമ്മളെ പല കുട്ടികളും അറിയുന്നില്ല. അപ്പോൾ അവർക്ക് നമ്മുടെ പയ്യന്നൂർ കോളേജിൽ ഫുട്ബോൾ ഹോസ്റ്റലിൽ പഠിച്ച എല്ലാ കുട്ടികൾക്കും വിവിധ സർക്കാരിൻ്റെ മേഖലയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. പലരും പോലീസിലും അതുപോലെ AICBയിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളൊപ്പം തന്നെ ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഇനി കുട്ടികളെല്ലാവരും തന്നെ ഈ ഒരു മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖല വേണം എന്ന് വാശി പിടിക്കുന്നത്. അവർ കാരണം ആ രംഗത്ത് ഒരുപാട് ആളുകൾ കൂടിക്കഴിഞ്ഞാൽ ആ രംഗവും അങ്ങനെ ചുരുങ്ങി വരും. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കുട്ടികൾ ഡിഗ്രി സമ്പാദനത്തിലൂടെ അവർക്ക് മറ്റ് പല മേഖലയിലേക്കും കടന്നു പോകാൻ കഴിയും. അതതിൻ്റെ പ്രത്യേകത. പക്ഷേ ചെറിയ സംശയങ്ങളുണ്ട്. ഈ ദൂരദേശങ്ങളിലൊക്കെ നിന്ന് കുട്ടികളാണ് അവിടെ വരിക. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് അവിടെ ഹോസ്റ്റൽ സൗകര്യം നമുക്ക് ഉണ്ടോ? കോളേജിലിപ്പോൾ നമ്മുടെ കോളേജ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കോളേജിൽ നേരത്തെയൊക്കെയാണ് പയ്യന്നൂർ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പയ്യന്നൂരിൻ്റെ പ്രദേശങ്ങളിൽ നമ്മൾ ചെറുപുഴ പഞ്ചായത്ത്, കാങ്കോല, ആലപ്പുറത്ത്, പെരിങ്ങോമ്പേക്കര, കരുവള്ളൂർ, പെരളം, അതുപോലെ കല്യാശ്ശേരിയിലെ ജീവനമണ്ഡലത്തിലെ പഞ്ചായത്തുകളിലൊക്കെയാണ് കുട്ടികൾ വരിക. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ കോളേജുകളിൽ വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട്, തലശ്ശേരിയിൽ നിന്ന് വരുന്നുണ്ട്, കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്, മഞ്ചേശ്വരത്ത് നിന്ന് പോലും കുട്ടികൾ വരുന്നുണ്ട്. അപ്പം ഇപ്പം നമുക്ക് നമ്മുടെ കോളേജിൽ പെൺകുട്ടികൾക്ക് മാത്രമേ ഹോസ്റ്റൽ സൗകര്യം ഉള്ളൂ. പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യം കോളേജിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ 100-ലധികം കുട്ടികൾ അവിടെ താമസിച്ച് അവർ പഠിക്കുന്നുണ്ട്. ബോയ്സ് അതിന് തൊട്ടടുത്തുള്ള മറ്റ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോയ്സ് താമസിക്കും. ബോയ്സിന് നമ്മൾ ഹോസ്റ്റൽ സൗകര്യം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അത് വരും വർഷങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കും. അതുമാത്രമല്ല കോളേജിന് സ്വന്തമായി ബസ്സുണ്ട്. PTA-യുടെ നേതൃത്വത്തിൽ കോളേജിൽ ബസ്സുണ്ട്. അപ്പോൾ മറ്റ് മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളെ ആ കോളേജ് ബസ്സിൽ അവിടെ എത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ. നമ്മുടെ മലയോര മേഖലയിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നവമണ്ഡലത്തിൽ വളരെയേറെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ജനസമ്മതനായ സുരേഷ് മാസ്റ്റർ, പയ്യന്നൂർ കോളേജിൻ്റെ പ്രസിഡന്റുമായ സുരേഷ് മാഷിന് A1 ന്യൂസ് ചാനലിൻ്റെ 1000 നന്ദി ഈ അറിവ് പകർന്നു തന്നതിന് വേണ്ടി. ഇതുപോലൊരു സംവാദം സംഘടിപ്പിച്ചത് ഞാൻ A1 ചാനലിനോട് നന്ദി പറയുകയാണ്. കാരണം നമ്മുടെ ഈ A1 ചാനലിൻ്റെ പ്രേക്ഷകരും നമ്മുടെ മലയോര മേഖലയിലെ ആളുകൾക്കും കോളേജിലെ സാധ്യതകളെക്കുറിച്ചും കോളേജിലെ കോഴ്സിനെക്കുറിച്ചും അറിയാനും അവരെ കൂടുതൽ ഈ മേഖലയിൽ പഠിപ്പിക്കാനും ഈ ഒരു സംവാദം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് A1 ചാനലിനും A1 ചാനലിൻ്റെ പ്രവർത്തകർക്കും പയ്യന്നൂർ കോളേജിൻ്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു.